ഹലോ വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. എല്ലാവർക്കും താഷിൻസ് കോർണറിലേക്ക് സ്വാഗതം. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് കേരള സിലബസ് 8th സ്റ്റാൻഡേർഡ് എ ഷിപ്പ് റെക്ഡ് സെയിലർ. ഷിപ്പ് റെക്ഡ് സെയിലർ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 6 പാരഗ്രാഫ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഗോ ആൻഡ് വാച്ച്, എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് 7th പാരഗ്രാഫിലേക്ക് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇഫ് യു ആർ വാച്ചിങ് മൈ ചാനൽ ഫോർ ദി ഫസ്റ്റ് ടൈം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഇഫ് യു ഫൈൻഡ് ദ വീഡിയോസ് ഇൻഫോർമേറ്റീവ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. അപ്പോൾ നമുക്ക് പോയാലോ 7th പാരഗ്രാഫിലോട്ട്. 7th പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ കോൺട്രാസ്റ്റ്, Carabello was struggling with Castillo so that Castillo wouldn't let go of his neck. They were less than 3 meters away. I figured that if they got just a little closer, I could hold out an oar for them to grab. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. അപ്പോൾ 6th പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്? റെഞ്ചിഫോയെ കണ്ടു. റെഞ്ചിഫോയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത്, സെയിലർ റെഞ്ചിഫോയെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു വേവ് വന്നു. ആ വേവ് വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? പിന്നെ റെഞ്ചിഫോയെ കാണാനില്ല അല്ലേ? ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിങ്. ഒരുപാട് കൂടെ നടന്ന് ഒരുമിച്ച് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റെഞ്ചിഫോയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ സെയിലറിന് അറിയാമായിരുന്നു. ആൻഡ് ഓൾസോ ഹി വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറീനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ സീ. യെസ്, അദ്ദേഹത്തിൻ്റെ സമാധാനം, ക്ഷമ എന്നൊക്കെ പറയുന്നത്, ശാന്തത എന്നൊക്കെ പറയുന്നത് കടലിനേക്കാൾ ശക്തിയേറിയതായിരുന്നു എന്നൊക്കെയാണ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 6th പാരഗ്രാഫിൽ നമ്മുടെ സെയിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ റെഞ്ചിഫോയെ ഹെൽപ്പ് ചെയ്യാൻ പോയ സമയത്ത് റെഞ്ചിഫോയെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ല. അതിന് മുന്നേ തന്നെ കടൽ കൊണ്ടുപോയി. അടുത്തത് പിന്നെ ഉള്ളത് ആരാണ്? കാരബെല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ അല്ലേ? കാസ്റ്റിലോയും കാരബെല്ലോ ഒരുമിച്ചാണുള്ളത് അല്ലേ? ഇപ്പോൾ സോ ദാറ്റ് കാസ്റ്റിലോ വുഡിൻ ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരബെല്ലയുടെ നെക്കിലായിരുന്നു ആര് പിടിച്ചിട്ടുള്ളത്? കാസ്റ്റിലോ പിടിച്ചിട്ടുള്ളത് അല്ലേ? സ്വയം രക്ഷാർത്ഥം കാസ്റ്റിലോ പിടിച്ചിട്ടുണ്ടായിരുന്നത് കാരബെല്ലയുടെ നെക്കിലാണ്. സോ അവർ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യുന്നതാണ് പിന്നെ കണ്ടിട്ടുള്ളത്. ദേ വെയർ ലെസ് ദാൻ 3 meters away. യെസ്, 3 മീറ്റർ അകലെയാണ് അവരുണ്ടായിട്ടുള്ളത്. ഐ ഫിഗേർഡ് ദാറ്റ് ഇഫ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓർ ഫോർ ദം ടു ഗ്രാബ്. യെസ്, അവർ ഒരു കുറച്ചുകൂടി അടുത്തായിരുന്നെങ്കിൽ എനിക്ക് ആ തുഴയൊന്ന് ഇട്ട് കൊടുത്തിട്ട് അവരെ ഒന്ന് പിടിച്ച് കയറ്റാമായിരുന്നു. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദി റാഫ്റ്റ് ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദി സ്മോൾ ഷിപ്പ് ഹെഡിങ് അവേ ഫ്രം മീ. യെസ്, ആ സമയത്തായിരുന്നു എന്ത് സംഭവിച്ചത്? ഭയങ്കരമായിട്ടുള്ളൊരു വേവ് വന്നിട്ട് റാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചത്? ആൻഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ് ഐ കുഡ് സീ ദി മാസ്റ്റ് ഓഫ് ദി സ്മോൾ ഷിപ്പ് ഹെഡിങ് എവേ ഫ്രം മീ. എന്താ സംഭവിച്ചത്? ആ ഹ്യൂജ് ക്രസ്റ്റിൻ്റെ മേലെ ഇരുന്ന് ടോപ്പിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് എന്ത് കാണാൻ പറ്റി? ഒരു കുഞ്ഞു ചങ്ങാടം ഒഴുകിപ്പോകുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. എന്നിൽ നിന്ന് അകന്നു പോകുന്നത് കാണാനായിട്ടാണ് എനിക്ക് സാധിച്ചത്. When I came down, Carabello had vanished. Yes, മേലയിൽ നിന്ന് താഴെ വന്ന സമയത്ത് അദ്ദേഹം കണ്ടത് എന്താണ്? കാരബെല്ലോ അപ്രത്യക്ഷമായതാണ് കാണുന്നത്. കൂടെ ആരും ഉണ്ടായിരുന്നു? കാസ്റ്റിലോ ഉണ്ടായിരുന്നു അല്ലേ? വിത്ത് കാസ്റ്റിലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. യെസ്, കാസ്റ്റിലോയും കാണുന്നില്ല. സോ അവർ രണ്ടുപേരെയും നഷ്ടമായി. അലോൺ 2 meters away, Rengifo was still swimming calmly towards the raft. Yes, റെഞ്ചിഫോയെ അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യം ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഒരു 2 meter അകലെയുള്ള റെഞ്ചിഫോയെ പിന്നെയും കണ്ടു. റെഞ്ചിഫോ സ്വിം ചെയ്യാണ് അല്ലേ? കാംലി സ്വിം ചെയ്യാണ് ടുവേർഡ്സ് ദ റാഫ്റ്റിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് റെഞ്ചിഫോ സ്വിം ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം റെഞ്ചിഫോയെ ഹെൽപ്പ് ചെയ്യാൻ നോക്കി, പക്ഷേ അദ്ദേഹം
ഡിസപ്പിയർ ആയിപ്പോയി. പക്ഷെ ആ സമയം തന്നെ പറയുന്നുണ്ട് അല്ലേ, രഞ്ജിഫോയുടെ ശാന്തത എന്ന് പറയുന്നത് കടലിനേതിനേക്കാൾ ശക്തിയേറിയതാണ്. കാരണം കടലും ശാന്തതയുള്ളതാണ് അല്ലേ, ഇടയ്ക്ക് മാത്രമേ അത് വയലൻ്റ് ആവാറുള്ളൂ. സോ അത്രയും അതിനേക്കാൾ ശാന്തതയുള്ളതാണ് രഞ്ജിഫോ എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ രഞ്ജിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. യെസ്, ഹി വാസ് വെരി കാംലി സ്വിമ്മിങ് ടുവേർഡ്സ് ദ റാഫ്റ്റിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. എന്താ പറയുന്നത്? എനിക്കറിയില്ല, ഇത്രയും യുക്തിയില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നോയിങ് ഐ കുഡിൻ മൂവ് ഫോർവേഡ്. യെസ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിഞ്ഞിരിക്കെ ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. യെസ്, ഞാൻ എന്താ ചെയ്യുന്നത്, തുഴ വെള്ളത്തിലിട്ടിട്ട് റാഫ്റ്റ് മൂവ് ചെയ്യാതിരിക്കാൻ ഞാൻ പ്രിവെൻറ്റ് ചെയ്യുന്നതായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ അത് റാഫ്റ്റ് എങ്ങനെയും മൂവ് ചെയ്യില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം അത് ചെയ്യുകയാണ് അറിഞ്ഞിട്ടും. അതുകൊണ്ടാണ് യുക്തിയില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ടും തുഴ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് റാഫ്റ്റ് മൂവ് ചെയ്യുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഒരു സ്ഥലത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, അതാണ് അദ്ദേഹം ചെയ്യുന്ന ഒരു അബ്സേർഡ് തിങ് എന്ന് പറയുന്നത്. കാരണം റാഫ്റ്റ് മൂവ് ചെയ്യില്ല. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here." Yes, Rengifo ആ സമയത്ത് ഒരുപാട് സ്വിം ചെയ്തു അല്ലേ. സോ ഹി എക്സോസ്റ്റഡ്. യെസ്, അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒന്ന് നിർത്തി. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു ഒരു മൊമെൻറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു, റേസ്ഡ് ഹിസ് ആം ആസ് ഹി ഹാഡ്. യെസ്, മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹെഡ്ഫോൺസ് കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ടാണ് അദ്ദേഹം പൊങ്ങിക്കിടന്നതെന്ന്. അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്തു. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഷൗട്ടഡ് എഗെയിൻ, "ഫാറ്റ്സോ റോ ഓവർ ഹിയർ." യെസ്, ഫാറ്റ്സോ എന്ന് വെച്ചാൽ തടിയ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് തുഴയൂ. യെസ്. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try, but I felt he hadn't hurt me. Yes, കാറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡിറക്ഷനിൽ നിന്നാണ്. The wind was blowing from his direction. കാറ്റടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഡിറക്ഷനിൽ നിന്നായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് തുഴയാൻ സെയിലറിന് സാധിക്കുന്നില്ല. സോ ഐ യെൽഡ് ദാറ്റ് ഐ കുഡിൻ റോ എഗെയിൻസ്റ്റ് ദ വിൻഡ്. യെസ്, എനിക്ക് കാറ്റിന് എതിർ ദിശയിലേക്ക് തുഴയാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു. ദാറ്റ് ഹി ഷുഡ് മേക്ക് അനദർ ട്രൈ. യെസ്, മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്, അല്ലെങ്കിൽ നീ ഒന്നുകൂടി സ്വിമ്മ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നത് ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഈ ഒരു റോ നീങ്ങുന്നില്ല, എനിക്ക് റോ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം എന്നത് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു. സോ ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡിൻ ഹേർട്ട് മീ. യെസ്, എനിക്ക് തോന്നി എന്താണ്, അദ്ദേഹം അത് കേട്ടിട്ടില്ല. The crates of cargo had disappeared and the life raft danced from side to side. Yes, കാർഗോയുടെ ക്രേറ്റ്സ്, മരപ്പെട്ടികളൊക്കെ, മരം കൊണ്ടുണ്ടാക്കിയ പെട്ടികളൊക്കെ അപ്രത്യക്ഷമായി. പിന്നെ എന്താണ്, യെസ്, ലൈഫ് റാഫ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ, കുറച്ച് ലൈഫ് റാഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാൻ തുടങ്ങി, ചാഞ്ചാടാൻ തുടങ്ങി. തിരമാലകൾ അടിക്കുന്നത് കാരണമാണ് ഇതൊക്കെ ചാഞ്ചാടാൻ തുടങ്ങുന്നത്. സോ in an instant, I was 5 meters away from Rengifo and had lost sight of him. Yes, ഞാൻ രഞ്ജിഫോയിൽ നിന്നും 5 മീറ്റർ അകലെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം. ഞാൻ പിന്നെ അദ്ദേഹത്തെ കാണാതെയായി. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്. പെട്ടെന്ന് അദ്ദേഹം വേറൊരു സ്പോട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് him away.
എന്താണ് രഞ്ജിഫോ ചെയ്തത്? അദ്ദേഹത്തിന് ആ സമയത്ത് ഭയം ഉണ്ടായിരുന്നോ? ഇല്ല. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്. പാനിക് എന്ന് വെച്ചാൽ ഭയമില്ല. ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം എവേ. എന്താണ്? വെള്ളത്തിൽ ഒന്നുകൂടി മുങ്ങി, എന്നിട്ട് പിന്നെ പൊങ്ങി വേറൊരു സ്പോട്ടിൽ ചെന്നെത്തി. എന്തിനു വേണ്ടിയിട്ട്? തിരമാലകൾ അദ്ദേഹത്തെ പിന്നെയും ദൂരോട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. I stood up, holding out the oar, hoping Rengifo could get close enough to reach it. യെസ്, ഞാൻ എഴുന്നേറ്റ് നിന്ന് തുഴ നീട്ടിക്കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്? രഞ്ജിഫോയ്ക്ക് അതിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നീട്ടിക്കൊടുത്തു. But then I could see he was tiring, losing heart. He called to me again, sinking, "Fatso, Fatso." പക്ഷെ എന്താ സംഭവിച്ചത്? യെസ്, രഞ്ജിഫോ വളരെ ക്ഷീണിതനായി. പിന്നെ പ്രത്യാശ നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് എന്താണ് എല്ലാം നീന്താനുള്ള ശക്തിയും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെയും വിളിച്ചു പറയാണ്, മുങ്ങിക്കൊണ്ടിരിക്കെ വിളിച്ച് അദ്ദേഹം ഫാറ്റ്സോ ഫാറ്റ്സോ എന്ന് വിളിക്കുകയാണ്, അല്ലേ? തടിയ എന്ന് വിളിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. അടുത്ത പാരഗ്രാഫ്. I tried to row but it was as hopeless as the first time. യെസ്, ഞാൻ തുഴയാനായിട്ട് പിന്നെയും ശ്രമിച്ചു. പക്ഷെ ആദ്യത്തെ പോലെ തന്നെ ആയിരുന്നു. പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കഴിയില്ലായിരുന്നു. എനിക്ക് തുഴയാൻ സാധിക്കുന്നില്ലായിരുന്നു. I made a last try so that Rengifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever less than 2 meters from the oar. യെസ്, ഒരു അവസാന പരീക്ഷണം നടത്തി നോക്കിയതാണ്, ശ്രമം നടത്തി നോക്കിയതാണ് രഞ്ജിഫോയെ രക്ഷിക്കാൻ പറ്റുമോ എന്നത്. പക്ഷേ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന കൈകൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന കൈകൾ, ഹെഡ്ഫോൺസ് കൊണ്ട് പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്ന കൈകൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ കാണുന്നത്. ലെസ് ദാൻ 2 meters away ഫ്രം ദ ഓർ. യെസ്, ഓർ തുഴയിൽ നിന്നും 2 മീറ്റർ ചുരുങ്ങിയത്, അതായത് 2 മീറ്ററിൽ താഴെ ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ട് രഞ്ജിഫോ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അടുത്തത് 11th പാരഗ്രാഫാണ്. I don't know how long I stayed like that, balancing in the life raft, holding out the oar. യെസ്, എനിക്ക് അറിയില്ല ഞാൻ എത്ര സമയം വരെ അങ്ങനെ നിന്നു എന്നെനിക്ക് അറിയില്ല. ബാലൻസിങ് ഇൻ ദ ലൈഫ് റാഫ്റ്റിൽ ബാലൻസ് ചെയ്തുകൊണ്ട് തുഴയും പിടിച്ചുകൊണ്ട് എത്ര നേരം ഞാൻ അവിടെ നിന്നു എന്നത് എനിക്കറിയില്ല. I kept searching the water, hoping that someone would surface soon. യെസ്, ഞാൻ തെരച്ചിൽ തുടരുകയാണ് ചെയ്യുന്നത് വെള്ളത്തിലെ പ്രതീക്ഷയോടെ. എന്താണ് പ്രതീക്ഷ? that someone would surface soon. ആരെങ്കിലും വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്ന ഒരു പ്രതീക്ഷയോടെയാണ് വെള്ളത്തിന് ചുറ്റും നോക്കിക്കൊണ്ടിരുന്നത്. ബട്ട് ദ സീ വാസ് ക്ലിയർ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ബ്ലൂ അഗെയിൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക്. പക്ഷേ എന്താണ്? സീ ക്ലിയർ ആയിരുന്നു, കടല് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. യെസ്, കാറ്റ് ശക്തിയായിട്ട്, കാറ്റിൻ്റെ ശക്തി വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. ബ്ലൂ എഗെയിൻസ്റ്റ് മൈ ഷർട്ട്. യെസ്, എൻ്റെ ഷർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു കാറ്റടിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഹോൾ ഓഫ് എ ഡോഗ്. യെസ്, പട്ടി ഓരിയിടുന്നതില്ലേ, നായ്ക്കളൊക്കെ ഓരിയിടുന്നില്ല, അത്രയും ആ ഒരു ശബ്ദത്തിൽ, ആ ഒരു ശക്തിയിൽ കാറ്റ് എൻ്റെ ഷർട്ടിന് നേരെ അടിക്കുന്നുണ്ടായിരുന്നു. ദി കാർഗോ ഹാഡ് ഡിസപ്പിയർഡ്. യെസ്, കാർഗോ അവിടെ നിന്നും പിന്നെ കണ്ടില്ല. ദി മാസ്റ്റ് ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൂവ്ഡ് ദാറ്റ് ദി സ്മോൾ ഷിപ്പ് ഹാഡിൻ സങ്ക് ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട്. I felt calm. I thought that one of my mates had managed to reach the other life raft. The mast growing more distinct proved that the small ship hadn't sunk. Yes, അദ്ദേഹം ഒരു പായ്മരം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ പായ്മരം മുങ്ങിയിട്ടില്ല എന്നത് അദ്ദേഹത്തിന് ആദ്യം തോന്നിയൊരു കാര്യമാണല്ലേ. അപ്പോൾ അത് സത്യമാണെന്ന് അദ്ദേഹത്തിന് വിശ്വാസമായി. പിന്നെ എന്താ? I felt കാം, എൻ്റെ മനസ്സ്
ശാന്തമായി. I thought that one of my mates had managed to reach the other life raft. എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു ചങ്ങാടത്തിനുള്ളിൽ കയറി പറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നത് അയാൾക്ക് തോന്നി. There was no reason they shouldn't have reached it. അവർ അതിലെത്തിച്ചേർന്നിട്ടില്ല എന്ന് പറയാനുള്ള ഒരു കാരണവും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത എന്താണ്? The rafts weren't provisioned. In fact, none of the life rafts of the small ship was outfitted. Yes, അത്രയും നല്ല രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ലൈഫ് റാഫ്റ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഭക്ഷണ സാമഗ്രികളോ അങ്ങനെ ഒരു ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ലൈഫ് റാഫ്റ്റ് ഇല്ല. But there were 6 of them apart from the rowboats and the whalers. It was reasonable to believe that some of my mates had reached the other life rafts as I had reached mine, and perhaps the destroyer was searching for us. Yes. പക്ഷേ അക്കൂട്ടത്തിൽ ഒരു 6 എണ്ണം, അതായത് ഈ സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് ലൈഫ് റാഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. സോ അതുകൂടാതെയുള്ള അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു 6 റോബോട്ട്സ് അപ്പാർട്ട് ഫ്രം ദി റോബോട്ട്സ്, യെസ്, റോബോട്ട്സ് അല്ലാത്ത കുറച്ച് 6 ലൈഫ് റാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. സോ അതിൽ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും കയറി പറ്റിയിട്ടുണ്ടാകും എന്നൊരു വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ലൈഫ് റാഫ്റ്റ്സിൽ ഒരു സജ്ജീകരണങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ലൈഫ് റാഫ്റ്റ്സ് കൂടാതെ തിമിംഗല വേട്ടയ്ക്കും തോണികളും ഒക്കെ ഉള്ള അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ബോട്ടുകൾ വേറെ ഉണ്ടായിരുന്നു. ഈ റോബോട്ട്സിലായാലും തിമിംഗല വേട്ടയ്ക്ക് പോകുന്ന ബോട്ട്സിലായാലും ഒരു സജ്ജീകരണങ്ങളോ ഫുഡോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് കൂടാതെ വേറെ തന്നെ ഒരു 6 ലൈഫ് റാഫ്റ്റ്സ് ഉണ്ടായിരുന്നു. സോ അതിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിപ്പ്മേറ്റ്സ് ഉണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. It was reasonable to believe that some of my mates had reached the other life rafts as I had reached mine. Yes, ഞാൻ ഈ ലൈഫ് റാഫ്റ്റിൽ എങ്ങനെ വന്നു പെട്ടോ അതുപോലെ എൻ്റെ മെയ്റ്റ്സും അതിലൊക്കെ കയറി പറ്റിയിട്ടുണ്ടാകും. ആൻഡ് പെർഹാപ്സ് ദ ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്. യെസ്, നശിപ്പിക്കാനായിട്ട് വന്നിട്ടില്ല. എന്താണ് ഡിസ്ട്രോയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേവ്സ്. അത്രയും ജൈജാൻറ്റിക് ആയിട്ടുള്ള വേവ്സും അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള വിൻസും നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമ്മളെയും സെർച്ച് ചെയ്യുന്നുണ്ടാവാം. റെഞ്ചിഫോയൊക്കെ മുങ്ങി താഴ്ത്തിയിട്ടുള്ള ആ ഒരു കടൽ നമ്മളെയും അന്വേഷിക്കുന്നുണ്ടാകാം എന്നതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദി സൺ, എ മിഡ് ഡേ സൺ, ഹോട്ട് ആൻഡ് മെറ്റാലിക്, stupefied, not fully recovered. I looked at my watch. It was noon on the dot. Yes, അധികം വൈകാതെ ഞാൻ ഐ വാസ് അവെയർ ഓഫ് ദി സൺ. യെസ്, ചൂടടിക്കുന്നുണ്ടായിരുന്നു അല്ലേ. മിഡ് ഡേ സൺ, ഹോട്ട്, നല്ല ചൂടുള്ള സമയത്തായിരുന്നു. നല്ല ഒരു ഇരുമ്പ് കമ്പി പഴുപ്പിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ നല്ല മെറ്റാലിക് ആയിട്ടുള്ള ഒരു ചൂടായിരുന്നു. അത്രയും ഹോട്ടായിരുന്നു. ആ സമയത്ത് വാച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നട്ടുച്ച സമയമായിരുന്നു. മിഡ് ഡേ സൺ എന്ന് വെച്ചാൽ സമയം എത്രയായിരിക്കും? 12 മണി. ആ സമയത്താണ് വാച്ച് നോക്കിയത്. സമയം 12 മണി ആയിട്ടുണ്ട്. Last time Rengifo had asked me the time on the small ship. It was 11:30. Yes, കുറച്ച് സമയം മുന്നേ, റെഞ്ചിഫോയെ നഷ്ടപ്പെടുന്നതിന് മുന്നേ, അപകടം നടക്കുന്നതിന് മുന്നേ എന്നോട് സമയം ചോദിച്ചപ്പോൾ സമയം എത്രയായിരുന്നു? 11:30 ആയിരുന്നു. I had checked the time again and the disaster had not yet occurred. Yes, ആ സമയത്ത് ഡിസാസ്റ്റർ ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. സോ ഈ അരമണിക്കൂർ കൊണ്ടാണല്ലേ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. When I looked my watch on the life raft, it was exactly noon. Yes, life raftൽ വെച്ച് വാച്ച് നോക്കിയ സമയത്ത് എക്സാക്ട്ലി noon ആയിരുന്നു.
It had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft searching the empty sea listening to the sharp howl of the wind. എന്താണ് വലിയ സെൻറ്റൻസ് ആണല്ലേ. എന്താണ് ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 മിനിറ്റ്സ്. യെസ്, 10 മിനിറ്റ് മാത്രമേ എല്ലാം കൂടി എടുത്തിട്ടുള്ളൂ. ഫോർ എവറിത്തിങ് ടു ഹാപ്പൺ, എല്ലാം സംഭവിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫോർ മീ ടു റീച്ച് ദ ലൈഫ് റാഫ്റ്റിൽ എത്താൻ വേണ്ടിയിട്ട് ലൈഫ് റാഫ്റ്റിൽ ഞാൻ എത്തിയതും ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്പ്മേറ്റ്സ്, എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഷിപ്പ്മേറ്റ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചതും, പിന്നെ ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ് ഇൻ ദ റാഫ്റ്റ്. യെസ്, രഞ്ജിഫോ താഴ്ന്നു പോകുന്ന സമയത്ത് മോഷൻലെസ് ആയിട്ട് അനങ്ങാതെ അവിടെ നിന്നതും, സെർച്ചിങ് ദ എംപ്റ്റി സീ. യെസ്, കടലിന് ചുറ്റും ഇനി ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ എന്നത് നോക്കിയതും, ലിസണിങ് ടു ദ ഷാർപ്പ് ഹോൾ ഓഫ് ദി വിൻഡ്. യെസ്, ആ പട്ടിയുടെ ഒരിയിടൽ പോലെയുള്ള വിൻഡിൻ്റെ ആ ഒരു ശക്തമായ സൗണ്ട് കേട്ടതും ഒക്കെ കൂടി ഒരു 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. യെസ്, 2-3 മണിക്കൂർ എടുക്കും എന്ന് വിചാരിച്ച സംഭവങ്ങളൊക്കെ ആകെ 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് പാരഗ്രാഫ്, 2 or 3 hours ഐ കാൽക്കുലേറ്റഡ്. യെസ്, 2-3 മണിക്കൂറുകളൊക്കെ ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലോങ് ടൈം ടു ബി അലോൺ അറ്റ് സീ. യെസ്, ഇത്രയും സമയം ഒറ്റയ്ക്ക് കടലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷേ ഞാനത് സഹിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വേറെ വഴിയൊന്നുമില്ലല്ലോ അല്ലേ. I had no food or water, and by 3 in the afternoon I would surely have a searing thirst. എന്താ പറയുന്നത്, അവിടെ ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലായിരുന്നു അല്ലേ. ആൻഡ് ബൈ 3 in the afternoon I would surely have a searing thirst. എന്താണ്, ഉച്ചയ്ക്ക് ഒരു 3 മണിയായ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു. The sun burned my head and my skin. യെസ്, സൂര്യൻ എൻ്റെ തലയും തൊലിയും എല്ലാം ഭയങ്കരമായിട്ട് ആളി കത്തിക്കുന്നത് പോലെ തോന്നി. കാരണം അത്രയും ചൂട് അനുഭവപ്പെട്ടു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. യെസ്, ഉപ്പ് കാരണം തൊലിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഹാർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് സൂര്യൻ ചൂട് അല്ലെങ്കിൽ കത്തിക്കുന്നത്. ചൂട് അത്രയും ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടത്. കടലിൽ ഉപ്പുള്ളല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ് ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ് ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ്. യെസ്, എനിക്ക് എൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, വെള്ളം എടുത്ത് കുറേ തലയിൽ ആക്കി. കാരണം അത്രയും ചൂട് അനുഭവപ്പെട്ടതല്ലേ, കുറച്ചൊന്ന് തണുപ്പിക്കുക എന്ന രീതിയിൽ തലയിൽ വെള്ളം കോരി ഒഴിച്ചു. ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി റാഫ്റ്റ്. റാഫ്റ്റിൻ്റെ ഒരു സൈഡിൽ ഇരുന്നു. വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്, ആരെങ്കിലും രക്ഷപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെ റാഫ്റ്റിൻ്റെ സൈഡിൽ ഇരുന്നു. It was only then that I felt the pain in my right knee. Yes, എന്താണ്, ആ സമയത്താണ് എനിക്കൊന്ന് ഫീൽ ചെയ്തത്. എന്താണ്, എൻ്റെ വലത്തെ കാൽമുട്ടിന് ഒരു വേദന അനുഭവപ്പെട്ടത്. The thick blue drill fabric of my trouser leg was wet, so I had a hard time rolling it up. എന്താണ്, കാൽമുട്ടിനാണ് വേദന എന്നത് പറഞ്ഞു അല്ലേ നേരത്തെ. അതുകൊണ്ട് തന്നെ ട്രൗസറിൻ്റെ ക്ലോത്ത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട്, കുറച്ച് തിക്കായതുകൊണ്ട് ആ ട്രൗസർ റോൾ ചെയ്ത്, അതായത് നമ്മൾ പാൻറ്റൊക്കെ ചുരുട്ടി വെക്കില്ലേ മുട്ട് കാണാൻ വേണ്ടിയിട്ട്, അതുപോലെ പാൻറ്റിൻ്റെ അതായത് ട്രൗസർ റോൾ ചെയ്ത് ചുരുട്ടി വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാരണം തുണി ഫാബ്രിക് എന്നത് ഭയങ്കര തിക്കായതുകൊണ്ട്. ബട്ട് വെൻ ഐ ഡിഡ്, പക്ഷെ ഞാനത് ചെയ്ത സമയത്ത് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. ഐ സോ എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. യെസ്, ഞാൻ കണ്ട സമയത്ത് എന്താ അവിടെ കണ്ടത്, മുട്ടിന് ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ, പാതി ചന്ദ്രൻ്റെ ഷേപ്പിൽ ഒരു മുറിവ് വൂണ്ട് അവിടെ
കിടക്കുന്നതായിട്ട് മുട്ടിന് താഴെയായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. I didn't know if I had gashed it on the side of the ship or if it had happened when I hit the water, for I didn't notice it until I was seated in the life raft. Yes, ഈ വൂണ്ട് എപ്പോഴാണ് സംഭവിച്ചത് എന്നത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്താണ്, ഷിപ്പിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തട്ടി മുറിഞ്ഞതാണോ, അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടിയ സമയത്ത് എവിടെയെങ്കിലും തട്ടിയതാണോ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയാണിത് സംഭവിച്ചത് എന്നത് എനിക്ക് ഓർമ്മയില്ല. ഫോർ ഐ ഡിഡ്ന്റ് നോട്ടീസ് ഇറ്റ് അണ്ടിൽ ഐ വാസ് സീറ്റഡ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്. ലൈഫ് റാഫ്റ്റിൽ ഇരിക്കുന്നത് വരെ ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagine. Yes, wound കുറച്ച് നീറ്റലുണ്ടായിരുന്നെങ്കിലും ബ്ലീഡിങ്, രക്തം പോകുന്നത് നിന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. രക്തം പോയിട്ടുണ്ടെങ്കിലും ആ ഒരു മുറിവ് രക്തം പോയ പാടെ എന്നുള്ളൊരു ഇതിൽ നിന്നും കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. വെറ്റൊന്നും ആയിരുന്നില്ല. കാരണം എന്താണ്, ഉപ്പുവെള്ളത്തിലായിരുന്നു അല്ലേ കാലുണ്ടായിരുന്നത്. സോ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു. അതായിരിക്കാം സാധ്യത. ഉപ്പുവെള്ളത്തിൽ ഉണ്ടായതുകൊണ്ടായിട്ടുണ്ടാകും ഈ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവുക. Moving to the last paragraph of this chapter, uncertain as to what to do, I decided to make an inventory of my belongings. Yes, എന്ത് ചെയ്യണം എന്നൊരു നിശ്ചയമില്ലാത്ത അവസ്ഥയിൽ ഞാൻ എന്ത് തീരുമാനിച്ചു, എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാൻ തീരുമാനിച്ചു. I wanted to figure out what I could count on in my solitude at sea. First of all, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. എന്താണ്, I wanted to figure out what I could count on in my solitude at sea. Yes, കടലിലുള്ള ആ ഒരു ഏകാന്തത അനുഭവിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് കൗണ്ട് ചെയ്യണമെന്ന് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ കുഡ് റിലൈ ഓൺ മൈ വാച്ച്. യെസ്, ആദ്യം തന്നെ നോക്കിയത് എന്താണ്, വാച്ചാണ് അല്ലേ. വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം, എപ്പോഴും കൃത്യസമയം പാലിച്ചുകൊണ്ടിരിക്കുന്ന വാച്ചാണ് ഞാൻ ആദ്യം നോക്കിയത്. ആൻഡ് വിച്ച് ഐ കുഡിൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. യെസ്, സമയം നോക്കാനായിട്ട് 2-3 മിനിറ്റ് കൂടുമ്പോൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന വാച്ചിനെയാണ് ആദ്യം തന്നെ അദ്ദേഹം നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാച്ചിനെ വിശ്വസിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാരണം പെർഫെക്റ്റ് ടൈമാണ് ആ സമയം വരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2-3 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയാണ് അല്ലേ. നമ്മൾ സമയം പോകുന്ന സമയം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാച്ചിൽ നോക്കും. അതുപോലെ തന്നെ അദ്ദേഹവും വാച്ചിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സമയം പെർഫെക്റ്റ് ആയിരുന്നു. സോ ഹി റിലൈഡ് ഓൺ ഹിസ് വാച്ച്. In addition, I had my gold ring. Yes, കയ്യിൽ എന്തുണ്ടായിരുന്നു, സ്വർണ്ണമോതിരം ഉണ്ടായിരുന്നു. Which I would bought in Cartagena the year before. Yes, കഴിഞ്ഞ വർഷം കാർട്ടാജിനയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന റിംഗ് ആയിരുന്നു അത്. ആൻഡ് എ ചെയിൻ, പിന്നെ ഒരു മാല ഉണ്ടായിരുന്നു. വിത്ത് എ മെഡൽ ഓഫ് ദി വെർജിൻ of Carmen on it, also purchased in Cartagena from another sailor for 35 pesos. എന്താണ്, കാർമെനിലെ ഒരു വിശുദ്ധൻ്റെ കൊണ്ട് ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെതായ രൂപം ഉള്ള ഒരു ലോക്കറ്റുള്ള ചെയിനായിരുന്നു അത് അദ്ദേഹം എവിടെ നിന്ന് വാങ്ങിയതാണ്, അതും കാർട്ടജീനയിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്രം അനദർ സെയിലർ, വേറൊരു സെയിലറിൻ്റെ അടുക്കിൽ നിന്ന് 35 പെസോസിന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചെയിനും ഉണ്ടായിരുന്നു. ഇൻ മൈ പോക്കറ്റിൽ എന്തൊക്കെയാണ്, ഐ ഹാഡ് നത്തിങ് ബട്ട് ദ കീസ് ടു മൈ ലോക്കർ ഓൺ ദി സ്മോൾ ഷിപ്പ് ആൻഡ് 3 business cards I had been given at a store in Mobile one day in January when I had gone out ഷിപ്പിംഗ്. പിന്നെന്താ ഉള്ളത് പോക്കറ്റിൽ, പിന്നെ ഒന്നുമില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ആകെ കീ ആയിരുന്നു. ലോക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷിപ്പിലെ ലോക്കറിൻ്റെ കീ ആയിരുന്നു. പിന്നെ 3 ബിസിനസ് കാർഡ്സ് ഉണ്ടായിരുന്നു. അത് എവിടെ നിന്ന് കിട്ടിയതാണ്, മൊബൈലിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു സ്റ്റോറിൽ നിന്നും കിട്ടിയതായിരുന്നു. ജനുവരിയിൽ ഒരു ഷോപ്പിങ്ങിന് പോയ സമയത്ത്.
Since I had nothing to do, I read the cards over and over to distract myself until I was rescued. Yes, സമയം പോണ്ടേ അവിടെ ഇരുന്നിട്ട് ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നത് വരെ ലൈഫ് റാഫ്റ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ ചെയ്യുന്നത്. സോ അതുവരെ ഈ കാർഡ് തന്നെ തിരിച്ചും മറിച്ചും വായിച്ചുകൊണ്ടേ ഇരുന്നു. സോ ഇത്രയേ ഉള്ളൂ എ ഷിപ്പ് റെക്ഡ് സെയിലർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ വേർഡ്സൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വേർഡ്സിൻ്റെ മീനിങ്സൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. പിന്നെ ഈ ഒരു പാഠഭാഗം നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡിഫിക്കൽട്ട് ആയതുകൊണ്ടും വായിച്ചിട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് 2 ഭാഗമായിട്ട് ഈ ഒരു ചാപ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സസൈസ് പാർട്ടും സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.